നല്ല വെയിറ്റാ. ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് വീടിന്റെ താഴത്തെ പറമ്പില് ഒരു മരം മുറിക്കാൻ വേണ്ടി പോവാണ്. അതിങ്ങനെ കെട്ടി ഇറക്കണം. അപ്പോൾ അതിന്റെ പരിപാടിയാണ്. പപ്പ നിൽക്കുന്നു. പപ്പ ഇങ്ങോട്ട് പോവാ, നമുക്ക് മുറിക്കണ്ടേ? അപ്പൊ വാളെടുക്ക്. നമ്മള് വലിയ കയറൊക്കെ ഉണ്ട്. ഇത് കപ്പൽ വടമാണ്. ഇത് കപ്പൽ വടവാ. ഇതാണെങ്കിൽ പപ്പ പ്രത്യേകം ഈ മരം, വലിയ മരം ഒക്കെ കെട്ടിയിറക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പനും മക്കളും കൂടെ കൂടിയുള്ള ഒരു മുറിക്കലാണ്. കാട്ടിൽ മരം കൂടുതലാണ്, അടുത്തടുത്ത് ഒരുപാട് മരങ്ങൾ കൂടുതലാണ്. അതിൽ ഒന്ന് രണ്ട് മരങ്ങൾ ഞങ്ങൾ മുറിച്ചൊഴിവാക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കൊമ്പ് വെട്ടാതെ തന്നെ ഈ മരം ഞങ്ങൾ കയറേൽ തൂക്കി ഇറക്കാനായിട്ടുള്ള ഒരു പണിയാണ് ചെയ്യുന്നത്. മുറിക്കുന്നത് ചെല്ലാച്ചി തന്നെ ആയിരിക്കണം. കയറിടാനൊക്കെ കയറുന്നത് അച്ചുവാണ്. ചെല്ലാച്ചിയുടെ ഇളയത് കാണിക്കാവേ, കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ വലിയ കയറിട്ടിട്ടാണ് ഈ മരം തൂക്കി ഇറക്കുന്നത്. കപ്പൽ കയറ് ഞങ്ങളുടെ ഇടുക്കിയിലുള്ള മിക്കവാറും മരപ്പണിക്കാരെല്ലാം ഉപയോഗിക്കുന്ന സംഭവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം ഒറ്റയടിക്ക് പിന്നെ എത്ര ഒരുവിധം വലിയ മരങ്ങളൊക്കെ വെട്ടി ആ കയറിൻ്റെ മുകളിലേക്ക് വെട്ടി ഇടാൻ പറ്റുന്ന അത്ര ശേഷിയുള്ള കയറാണത്. അതിലേക്കാണ് വെട്ടിയിടുന്നത്. കയറൊക്കെ കാണിക്കാം. അപ്പം പണിയിലേക്ക് പോവാം. അച്ചുപ്പം കയറ് മുകളിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ട് കയറി പോവാ. ഇവനും പപ്പനെ പോലെ അത്യാവശ്യം മരത്തിന് വടിയൊക്കെ അറിയാം. ഇപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ഇരിക്കുവാണേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളം വീഴുന്ന പോലത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. വലിയ റോപ്പ് പറ്റിയതാ. ആ ഭാഗത്ത് കെട്ടിയാ പോരെ? കെട്ടുമല്ല, ആ രണ്ട് കവറിനകത്തൂടെ കയറ്റിയിട്ടു. ആ അതെ 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 ഓടിക്കോളും. വാങ്ങി വന്നു മറ്റേ കയറ് നല്ലതായിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? വലിയ കയറ് രണ്ട് പടി വേണേ അടിച്ച്.
മേളത്തെ കവരത്തില്ലേ? ആ ആ അല്ല, അതിൻ്റെ മേളത്തെ ഇട്ടു. അതല്ല അതിൻ്റെ തട്ടപ്പോൾ നോക്കിയേ. ആ, അതിന് പൊക്കം നോക്കിയിട്ട് അങ്ങ് ഇട്ടോ. ആ കോട്ടെ. ആ വന്നു പോരെ. എൽക്കടി ഒക്കെ കെട്ടിയിട്ടാണ്. നമ്മൾ ഇതിലാണ് തൂക്കേറിൻ്റെ അറ്റം കെട്ടാൻ പോകുന്നത്. രണ്ട് പേരത്തെ കയറിട്ട് തൂക്കിയിറക്കാനുള്ള സെറ്റാക്കി വെച്ചേക്കുവാണ്. മരം താഴേക്ക് ചെരിഞ്ഞിട്ടാണുള്ളത്. അത് നമുക്ക് കറക്റ്റ് ഈ റൂട്ടിൽ കൂടെ പോകാനായിട്ട് നമ്മൾ മരവും ടൈറ്റ് ചെയ്ത് കയറിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ മുറിച്ച് വിടുമ്പോൾ പെട്ടെന്ന് ഇത് പുറകേറ്റ് തെറിച്ച് പോകാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു കയറിട്ട് ആ കുറ്റിയിലോട്ട് ലോക്ക് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ബാക്കി വശത്ത് ഏലച്ചെടിയൊക്കെയാണ്, അതും പോകരുത്, ഫ്രണ്ടിരിക്കുന്നതും പോകരുത്. ഒന്നും തന്നെ പോകാതെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ക്ലിയറായിട്ട് ഈ മരം മുറിച്ചിറക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയ്ക്ക് ഭയങ്കരമായിട്ട് മൂടി നിന്നതുകൊണ്ട് പണി കുറച്ച് നേരം നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബാക്കി മുറിക്കാൻ പോവാം. ഇറങ്ങി വരുന്നതിനനുസരിച്ച് കൊമ്പ് ഇങ്ങനെ വെട്ടി ഇത് നേരെ ഈ നടുക്ക് ഭാഗത്ത് ഇറക്കി വെക്കാനായിട്ടാണ് പ്ലാൻ.
അതിലേ ഇറക്കാമോ ഈ ഒന്നിനും പോകണം ആ അവിടെ നിർത്തിക്കടാ നിർത്തിക്കേ ആ ഇനി മാഷ് വാളുമായിട്ട് പോവാ പിടിച്ചാണേ ഇതില് കഴിഞ്ഞു അങ്ങനെ പറഞ്ഞ് വലിയ വിലയുടെ പടം വാളിന് കണ്ടിച്ച് കളയാൻ പറ്റുന്നില്ല ഏലൊക്കെ കളയാതെ എല്ലാം കൊപ്പല അടിച്ച് ഇറക്കിയിട്ടിട്ടുണ്ട്. ഇനി ഈ തടിയെല്ലാം മുറിച്ചാൽ മതി. വേറെ കിട്ടിയോ ഈ കാര്യം പിന്നെ മറ്റു വിട്ടാലേ മുറിച്ച് വിട്ടു ഇത് കുറച്ച് സന്തോഷം നീട്ടി കിട്ടും
മണിക്കൂർ ഞങ്ങൾ പോയി ഇരുന്നിട്ടാണ് വന്നത്. പിന്നെ വീണ്ടും മുറിക്കാനായിട്ട് വന്നത്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഏലച്ചെടിയെല്ലാം അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ഇതാ നമ്മുടെ ചെടികൾക്കൊന്നും ഒരു പരിക്ക് വെക്കാതെ നല്ല വൃത്തിക്ക് കൊമ്പിറക്കാതെ ഈ സംഭവം മുറിച്ച് തൂക്കി ഇറക്കി സൈറ്റിൽ വെച്ച് എല്ലാം സെറ്റപ്പായിട്ട് മുറിച്ചിട്ടുണ്ട്. മുറിച്ചത് സെലാക്കി ഹെൽപ്പ് ചെയ്ത് അച്ചൂട്ടൻ, പിന്നെ നമ്മുടെ സെവിൻ്റെ കൂട്ടുകാരൻ അഖില് കൃത്യസമയത്ത് വന്നെത്തി. അവനും സഹായിക്കാനായിട്ട് എല്ലാത്തിനും കൂടി അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള വീഡിയോയിലൊക്കെ ചിലപ്പോൾ അവനും കാണും. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പപ്പ മുറിച്ചതെന്ന് പറഞ്ഞ് മുറിച്ചു. പിന്നെ അച്ചുവും ഞാനും പപ്പനെ ഹെൽപ്പ് ചെയ്തു. അത്രേ ഉള്ളൂ. നല്ല സപ്പോർട്ടുണ്ട് എല്ലാവരും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പറ്റുന്ന പോലെ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ പപ്പയുടെ ഫോണിൽ നിന്ന് ഒക്കെ എല്ലാം റിപ്ലൈ ഇടുന്നുണ്ട്. കുറച്ചൊക്കെ സമയം കിട്ടാത്തത് കൊണ്ടാണ്. നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ പപ്പ ഈ ചാനലിൽ, നമ്മുടെ ഈ മല്ലിവുഡ് കട്ടർ എന്ന ചാനലിൽ മരം മുറിക്കുന്ന വീഡിയോസൊക്കെയാണ് പപ്പ സമ്മതിക്കുള്ളൂ. പപ്പയ്ക്ക് അതാ താല്പര്യം. അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ വേറൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റെല്ല വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കയറി നോക്കണം. അതിൽ ഞാൻ വീഡിയോസ് പറ്റുന്ന പോലൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ടാറ്റാ.